തിരികെ വാർത്തയിലേക്ക്. ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോകളിൽ ഉൾപ്പെടെ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. ഒഡീഷ സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷ പരിപാടിയിലും പ്രധാനമന്ത്രി സംബന്ധിച്ചു. നാളെ യോഗാ ദിനത്തിൽ വിശാഖപട്ടണത്താണ് നരേന്ദ്രമോദി പങ്കെടുക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നിരവധി വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ചത്. മറ്റു വിവരങ്ങളും. ബീഹാറിലും ഒഡീഷയിലുമായി വിവിധ വികസന പദ്ധതികൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുള്ളത്. ആദ്യം ബീഹാറിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ പാട്ലിപുത്ര മുതൽ ഖൊരഗ്പൂർ വരെയുള്ള പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. ശേഷമാണ് ഭുവനേശ്വറിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. അവിടെ ഭുവനേശ്വറിൽ ഒഡീഷയുടെ BJP സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അദ്ദേഹം BJP സർക്കാരിനെ, ഒഡീഷയിലെ സർക്കാരിനെ വിശേഷിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനപ്രിയ സർക്കാരായി മാറാൻ ഒഡീഷയിൽ BJP സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ ഭുവനേശ്വറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നത് ജനങ്ങൾക്ക് മോദി നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പൂർണ്ണമായും പാലിച്ചിരിക്കും. നേരത്തെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വിഘടനവാദ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് കേവലം 20 ജില്ലകളിൽ മാത്രമാണ് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. ഉടൻ തന്നെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും മാവോയിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കും. അത് മോദിയുടെ ഉറപ്പാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ ഇന്ന് ഉൾഗ്രാമങ്ങളിൽ പോലും വികസനം എത്തിക്കാൻ, ഉൾഗ്രാമങ്ങളിലെ ജനങ്ങളെപ്പോലും വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മുൻപ് ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതാണ് മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിഘടനവാദ സംഘടനകൾ മുതലെടുക്കുകയും അവരെ ഇത്തരത്തിൽ വിഘടനവാദ ആശയത്തിലേക്ക് സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻപ് രാജ്യം ഭരിച്ചവർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും വനവാസികളെയും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും എന്നാൽ യാതൊരു തരത്തിലുമുള്ള വികസന പദ്ധതികളും അവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല എന്ന കുറ്റപ്പെടുത്തൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മുൻ സർക്കാരുകളെ വിമർശിക്കുകയും ഒപ്പം മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമാണ് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ഭുവനേശ്വറിൽ ഒഡീഷയിൽ ബോധ് ജില്ലയിലേക്കുള്ള റെയിൽ പാത കണക്ടിവിറ്റി അത് കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബോധ് മേഖലയിലേക്കുള്ള പുതിയ ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബീഹാറിലും ഒഡീഷയിലും ഇന്ന് വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നിർവഹിച്ചു. നാളെ വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനം നിലവിൽ വന്നിട്ട് ഐക്യരാഷ്ട്രസഭ അത്തരത്തിലൊരു ദിനം പ്രഖ്യാപിച്ചിട്ട് 10 വർഷം കൂടി പിന്നിടുകയാണ്. കഴിഞ്ഞൊരു പതിറ്റാണ്ട് എന്നുള്ളത് യോഗ വെറും വ്യായാമം മാത്രമല്ല, അതൊരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മീയതയും സ്പർശിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്നൊരു ദിനചര്യയായി മാറുന്നു എന്നുള്ളതാണ് ലോകം കണ്ടിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിന് നൽകിയിട്ടുള്ള വിലമതിക്കാനാകാത്ത സംഭാവന എന്ന് നമുക്ക് യോഗയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഐക്യരാഷ്ട്രസഭ ജൂൺ 21 യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ പ്രഖ്യാപിക്കുകയും യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നാളെ 11ാമത് യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാഖപട്ടണത്ത് എത്തുന്നത്. KP. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.